നമ്മളെല്ലാവരും ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിശിഷ്ട വ്യക്തിയെ നന്നായിട്ട് ഈ ലൈംലൈറ്റിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആ ഒരു ധന്യ നിമിഷം വരാൻ പോവുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, മലയാളത്തിന്റെ മഹാനടൻ, നമ്മുടെ സ്വന്തം മമ്മൂക്ക, നമ്മുടെ കൈരളി ടിവിയുടെ ചെയർമാൻ. ഇന്ത്യയുടെ അഭിമാനം, മലയാളത്തിന്റെ താരരാജാവ്, കഥാപാത്രങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്ന അപൂർവ പ്രതിഭ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. ചന്തുവും അച്ചൂട്ടിയും ബാവൂട്ടിയും വാറുണ്ണിയും മേലേടത്ത് രാഘവൻ നായരും പൊന്തന്മാടയും അംബേദ്കറും പഴശ്ശിരാജയും പ്രാഞ്ചിയേട്ടനും ഡാനിയും ബെല്ലാരി രാജയും ബാലൻ മാഷും തുടങ്ങി വേഷപ്പകർച്ചയിൽ നിറഞ്ഞാടി അഭിനയ സാഗരത്തിൽ നിന്ന് മുത്തും പവിഴവും വാരിയെടുത്ത ഇതിഹാസ താരം. പ്രാദേശിക ദേശീയ തലങ്ങളിൽ മലയാള സിനിമയുടെ മാറ്റുകൂട്ടിയ മഹാപ്രതിഭ. ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും മലയാളികളുടെ സൗന്ദര്യബോധത്തെ പുനർനിർവചിച്ച യുവതയുടെ റോൾ മോഡൽ. കാരുണ്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹസ്പർശം കൊണ്ട് നിരാലംബർക്ക് ആശ്രിതനാകുന്ന മനുഷ്യസ്നേഹി, മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ, ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ടിവിയുടെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ മഹനീയ സാന്നിധ്യം തന്നെ ഖൽബിലെ പാട്ടുകൾ എന്ന ഈ സംഗീത നിശയ്ക്ക് സൂര്യ തേജസ് സമ്മാനിക്കുന്നു. വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറം കർമ്മപഥത്തിലും വ്യക്തിജീവിതത്തിലും സുവർണ ലിപികൾ കൊണ്ട് കയ്യൊപ്പ് ചാർത്തിയ ശ്രീ മമ്മൂട്ടിയെ ഹർഷാരവങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം മമ്മൂക്ക, ഖൽബിലെ പാട്ടുകൾ എന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഈ വേദിയിലേക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കയുടെ ഒരു ഊർജ്ജം നിറഞ്ഞ ഈ സാന്നിധ്യം തന്നെ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ എത്രയോ ആഹ്ലാദമില്ല, എത്രയോ അഭിമാനമാണ് തോന്നുന്നത്. മമ്മൂക്കയുടെ ഈ ഒരു മഹനീയമായ സാന്നിധ്യം തന്നെ എന്ന് പറയാം ഈ വേദിയിൽ. എന്ത് തോന്നുന്നു മമ്മൂക്കയ്ക്ക്? ഈ എല്ലാ ലിഷർലൻഡിൽ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. ഇതിപ്പോൾ ഒരുപാട് നാളായി ഈ ഭാഗത്തൊക്കെ വന്നിട്ട്. കൈരളി ഒരു പുതിയ വഴിത്തിരിവിലാണ്. വളരെ സന്തോഷപൂർവ്വമാണ് കൈരളിയുടെ ഈ പുതിയ ഉണർവിനെ പ്രേക്ഷകർ സ്വാഗതം ചെയ്തത്. കൈരളി എന്നും ജനങ്ങൾക്കൊപ്പമാണ്, ഒരു ജനതയുടെ ആത്മാവിഷ്കാരമാണ്. ഇത് അതിന് തെളിവായിട്ട് കൈരളിക്ക് നിരത്താൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും പല ചാനലുകളിലും കൊട്ടിഘോഷിക്കുന്ന ഈ റിയാലിറ്റി മ്യൂസിക് ഷോകൾ, സംഗീത മത്സരങ്ങൾ ആരംഭിച്ചത് കൈരളിയാണ്. ഗന്ധർവ സംഗീതം. അത് പിന്നെ പലരും അതിൻ്റെ പിൻഗാമികളായി വരികയും ഒരുപക്ഷെ ഗന്ധർവ സംഗീതത്തിൻ്റെ ഗന്ധർവ മയമൊഴിവാക്കി അത് കുറച്ചുകൂടെ പോപ്പുലറൈസ് ചെയ്യുകയും കുറച്ചുകൂടെ വലിയ ഷോകളാകുകയും ചെയ്തു. പക്ഷേ കൈരളിയുടെ തനിമയും ആഭിജാത്യവും കൈവിടാതെ ഗന്ധർവ സംഗീതം തുടരുകയാണ്. അതുപോലെ കൈരളിയാണ് ആദ്യമായിട്ട് മാപ്പിള സംഗീതത്തിന് ഇങ്ങനെ ഒരു വേദി ഉണ്ടാകും എന്ന് തെളിയിച്ചു. മാപ്പിള സംഗീതം വളരെ പ്രാദേശികമായി മാത്രം ആസ്വദിക്കപ്പെടുന്ന ഒരു സംഗീതമാണെന്ന് വിശ്വസിക്കുകയും മറ്റു പ്രദേശങ്ങളിലേക്ക് ആ സംഗീതത്തിന് പ്രാധാന്യമോ സാന്നിധ്യമോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കൈരളി പട്ടുറുമാലിൻ്റെ സുഗന്ധം പൂശിയെത്തിയത്. തീർച്ചയായിട്ടും മാപ്പിള സംഗീതമെന്ന് പറയുന്നത് ഒരു വിഭാഗത്തിനോ ഒരു പ്രദേശത്തിനോ ഒരു സമുദായത്തിനോ മാത്രം ആസ്വദിക്കാവുന്ന സംഗീതമല്ല. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, മലയാളം അറിയാവുന്ന ജനങ്ങളെ മുഴുവൻ, മലയാള സംഗീതം ആസ്വദിക്കാൻ അറിയാവുന്ന ജനങ്ങളെ മുഴുവൻ മനസ്സിലാക്കി കൊടുത്തത് കൈരളിയുടെ ശ്രമഫലം കൊണ്ട് മാത്രമാണ്. അതിൽ കൈരളിയുടെ പ്രവർത്തകർക്ക് അഭിമാനമുണ്ട്, ഒരല്പം അഹങ്കാരവുമുണ്ട്. കാരണം അതിനുശേഷം അതിനെ പിന്തുടർന്ന് ഒരുവിധപ്പെട്ട എല്ലാ ടെലിവിഷൻ ചാനലുകളും
ഈ മാപ്പിളപ്പാട്ടുകൾ പല പേരുകളിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൻ്റെ റിയാലിറ്റി ഷോകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ കൈരളിയുടെ പട്ടുറുമാലിൻ്റെ തിളക്കവും മിനുക്കവും ഇന്നും മാറിയിട്ടില്ല. അതെന്നും അതേപോലെ നിലകൊള്ളുവാൻ കൈരളിയുടെ മാത്രം പ്രേക്ഷകരുണ്ട്. കൈരളിയോട് മാത്രം പ്രതിബദ്ധരായ ഒരുപാട് കൈരളി പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകരെ തന്നെയാണ് കൈരളി എന്നും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കൈരളിയുടെ ആ പ്രേക്ഷകർ തന്നെയാണ് കൈരളിയുടെ കരുത്തും ശക്തിയും പ്രചോദനവും. അതുപോലെ ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത കഥാപ്രസംഗത്തിൻ്റെ റിയാലിറ്റി ഷോ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ അന്യം നിന്ന് പോയേക്കാവുന്ന ഒരു കലാരൂപമായിരുന്നു കഥാപ്രസംഗം. ഇപ്പോൾ ഉത്സവപ്പറമ്പുകളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും കഥാപ്രസംഗം ആരും അവതരിപ്പിക്കുന്നില്ല. കഥാപ്രസംഗ രംഗത്ത് പുതിയ താരങ്ങളുണ്ടാകുന്നില്ല. പുതിയ തലമുറയ്ക്ക് കഥാപ്രസംഗം എന്തെന്നറിയില്ല. പക്ഷേ കഥാപ്രസംഗം വെറും യുവജനോത്സവ വേദികളിൽ മത്സരത്തിൻ്റെ ഒരു ഇനം മാത്രമായി അവശേഷിച്ചിരുന്ന കാലത്താണ് ദൃശ്യമാധ്യമ രംഗത്തേക്ക് കഥാപ്രസംഗത്തിന് ഇത്രയും പ്രാധാന്യത്തോടുകൂടി കൈരളിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചതും അതൊരു മഹാസംഭവമായി, മഹാസംരംഭമായി, പുതിയ കലാരൂപത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയുമായി കൈരളി കഥാപ്രസംഗം അവതരിപ്പിച്ചത്. സാധാരണ കവിത എന്ന് പറയുന്നത് ഒരു വിഭാഗം സവർണ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ബുദ്ധിപരമായി ഉയർന്ന ആളുകൾക്ക് മാത്രം ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സാഹിത്യ വിഭാഗമായിരുന്നു. അത് സാധാരണ ജനങ്ങളിലേക്ക്, സാമാന്യ ജനങ്ങളിലേക്ക് അവർക്ക് മനസ്സിലാകുവാനും കവിത ചൊല്ലുവാനും ചൊല്ലി ആസ്വദിക്കുവാനും ചൊല്ലി പൂർണ്ണതയിലെത്തിക്കുവാനും അവസരമുണ്ടാക്കുന്ന ഞങ്ങളുടെ മാമ്പഴത്തിൻ്റെ മാധുര്യവും മാമ്പഴത്തിൻ്റെ ഭംഗിയും ഒരിക്കലും കേരള ജനത മറക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ കൈരളി എന്നും പുതുമകളുടെ കൂടെയാണ്. കൈരളി വേറൊരു ചാനലല്ല, വേറിട്ടൊരു ചാനലാണ് എന്ന് ഞങ്ങൾ ഓരോ പരിപാടിയിലൂടെയും ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഞങ്ങളുടെ അവതരണ രീതിയിലൂടെ ഞങ്ങൾ തെളിയിക്കുകയാണ്. അതിനെന്നും കൈരളിയുടെ പ്രേക്ഷകർ കേരള സംസ്കാരത്തെ സ്നേഹിക്കുന്ന, കേരള സമുദായത്തെ സ്നേഹിക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയ വീക്ഷണമുള്ള, രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള, രാഷ്ട്രീയ നിലപാടുകളുള്ള, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അതിസൂക്ഷ്മമായി വീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്ന കേരളത്തിലെ അഭ്യസ്തവിദ്യരായ പ്രേക്ഷകരെന്തും കൈരളിയുടെ ഒപ്പം കൈരളിക്ക് കൈകോർത്ത് നിന്നതിന് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. ഈ ഒരു സ്ഥാനത്തെന്നെ നിങ്ങൾ പ്രതിഷ്ഠിച്ചതിനും എനിക്കതിന് പ്രചോദനമാകുന്നതിനും. തീർച്ചയായിട്ടും എൻ്റെ വലം കൈയെന്നോ ഇടം കൈയോ എന്നോ ഞാൻ ബ്രിട്ടാസിനെ ഇപ്പോൾ ഉപമിക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൈരളിയുടെ ഹൃദയ ധമനികളാണ് ബ്രിട്ടാസിൻ്റെ ശിരസുകളിലോടുന്നത്. കൈരളിയുടെ ഹൃദയമാണ് ബ്രിട്ടാസ്. കൈരളിയുടെ മനസ്സാണ്, കൈരളിയുടെ ചിന്തയാണ്, കൈരളിയുടെ സ്വപ്നമാണ് ബ്രിട്ടാസ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് കൈരളിയുടെ പ്രേക്ഷകർക്ക് പുതിയ ഉണർവും കൈരളിയുടെ പ്രവർത്തകർക്ക് പുതിയ ആവേശവുമായി തീർന്നിരിക്കുന്നു. ഇത് ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ വളരെ ഹൃദയംഗമമായി വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇനി കൈരളിയുടെ സാരഥിയായി തന്നെയായിരിക്കും. കൈരളിയുടെ ഉയരങ്ങളിൽ കൈരളിയോടൊപ്പം കൈരളിയുടെ വളർച്ചയിൽ ബ്രിട്ടാസ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഗായകരെയും ഞാനും ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ആരാധകനാണ്. ഞാൻ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ കേൾക്കുന്നയാളാണ്. മാപ്പിളപ്പാട്ട് ഒരുപക്ഷെ ഒരു പ്രത്യേക സംഗീത രീതിയോ അല്ലെങ്കിൽ പ്രത്യേക കാവ്യ രീതിയോ അല്ലാതെ നമ്മുടെ തനതായ മലയാളത്തിൻ്റെ സംഗീതമാകുകയും മലയാളത്തിൻ്റെ കാവ്യഭാഗമാകുകയും ചെയ്യുന്ന മാപ്പിളപ്പാട്ടുകൾ ഇത്രത്തോളം മാപ്പിളപ്പാട്ടിന് ഉണർവും ആവേശവും പകരാൻ കൈരളിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എന്താ നമുക്ക് ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ? ഇതേ എല്ലാവരും വിളിച്ച് പറയുന്ന കേട്ടില്ലേ, ഒരു പാട്ട്, ഒരു മാപ്പിളപ്പാട്ട്. മമ്മൂക്കയുടെ ഈ ഒരു ഗാംഭീര്യമുള്ള ശബ്ദം, അതിനു മുമ്പായിട്ട് ഇന്നലെ മമ്മൂക്കയ്ക്ക് നല്ല ബലം ഊർജ്ജം കൊടുക്കാനായിട്ട് മമ്മൂക്കയുടെ വലങ്കയും ഇടങ്കയുമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ വിട്ടാ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മുടെ കൈരളിയുടെ ഡയറക്ടർ ശ്രീ ടി.ആർ. രാജേന്ദ്രൻ സാറിനെ. മമ്മൂക്കയുടെ ഗാനം നമുക്ക് വേദിയിൽ നിന്ന് തന്നെ ആസ്വദിക്കാം. ഞാൻ പാട്ട് പാടാൻ പോയി ഇവരെൻ്റെ കൂടെ പാടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിപ്പോൾ ഞങ്ങളെ കൊണ്ട് 3 പേരെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾ വേറെ ഒരുപാട് പാട്ടുകൾ പാടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. ദയവ് ചെയ്ത്
ഞങ്ങളെ കൊണ്ട് ഇവിടെ പാട്ട് പാടിച്ചിട്ട് അതില്ലാതാക്കരുത്. നിങ്ങളുടെ ഈ ആഗ്രഹത്തിന് നന്ദി. പക്ഷേ എനിക്ക് നിങ്ങളുള്ളത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തരാൻ സാധിക്കാത്തതിൽ അതിയായ വിഷമമുണ്ട്, സങ്കടമുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. മൂസക്കയും റംലത്തയും വരുമ്പോൾ അവരോടൊപ്പം മമ്മൂക്ക പാടും. ഞാൻ കൈരളിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച ഉപാധി അതാണ്, മമ്മൂക്ക പാടണം എന്നുള്ളത്. ഞാൻ ഒരുപാട് പാടിയിട്ടാണ് ഇയാൾ വന്നത്. ഇനി പിന്നെ പാടണമെന്ന് പാടുപെട്ടാൽ പോരാ, പാട്ടും കൂടി പാടണമെന്ന് ഞാൻ പറഞ്ഞു. പാട്ട് ഞാൻ പാടിയാൽ നിങ്ങൾ ഒരുപാട് പെടും.